ഹായ് ഓൾ, നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്യാൻ സാധിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററും ഒരു പ്രോബബിലിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടും ചാപ്റ്റർ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും പ്രോബബിലിറ്റിയും കൂടെ 8 ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും. അതിലൊരു 4 ക്വസ്റ്റ്യനൊക്കെ 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. സോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, വർഷങ്ങളായിട്ട് ചോദിക്കുന്ന അങ്ങനത്തെ കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് NP4 ഈക്വൽ ടു 5 ഇൻറ്റു NP3, അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ NP4 എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം NPR എന്ന് പറഞ്ഞാൽ എന്താണ്, NPRന്റെ മീനിങ് എന്താണ്, അതിന്റെ ഫോർമുല എന്താണ്. NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ n ഒബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് അതിൽ 6 ഒബ്ജക്ട്സ് നമ്മൾ ഡിഫറെന്റ് രീതിയിൽ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ 6 ഒബ്ജക്ട്സ്, ഉദാഹരണത്തിന് നമുക്ക് 10 ചെയേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് 10 ചെയേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 10 ചെയേഴ്സിൽ 6 ചെയേഴ്സ് നമ്മൾ എത്ര രീതിയിൽ 6 ചെയേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 6 ചെയേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നല്ല ക്വസ്റ്റ്യൻ. 10 ചെയേഴ്സിൽ 6 ചെയേഴ്സിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ 10PR എന്ന് പറയും. എത്ര പ്രാവശ്യം പറ്റുമോ അതിനെ നമ്മൾ 10PR. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് NPR. NPR എന്ന് പറഞ്ഞാൽ എന്താണ്, n ഒബ്ജക്ട്സ് ഉണ്ടാവും ടോട്ടൽ. അതിലെ 6 ഒബ്ജക്ട്സിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 6 ഒബ്ജക്ട്സിനെ നമുക്ക് എത്ര രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് NCR ആണ്. ഈ ചൂസിങ്ങും അറേഞ്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മളൊരു ചെയേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചെയേഴ്സ് സെലക്ട് ചെയ്തതിനേക്കാൾ രീതിയിൽ ചെയേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, മറിച്ച് നമ്മൾ 10 പേരിൽ നിന്നൊരു 7 പേരെ ഒരു കമ്മിറ്റി ഫോർമേഷന് വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ അവരെ എത്ര രീതിയിൽ ആ 7 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ 7 പേരെ ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സെലക്ട് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോ സ്വാഭാവികമായിട്ടും സെലക്ഷനേക്കാൾ കൂടുതൽ ചാൻസസ് അറേഞ്ച്മെന്റ്സിന് ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അവരെ എത്ര രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പെർമ്യൂട്ടേഷന്റെ കേസിൽ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കാരണം അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ നടത്തുന്നത്. നമുക്ക് n ഒബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് 6 ഒബ്ജക്ട്സ് നമ്മൾ എത്ര രീതിയിൽ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ ചൂസ് ചെയ്തതിനെ നമുക്ക് അറേഞ്ച് കൂടെ ചെയ്യാം. അപ്പോഴാണ് അത് പെർമ്യൂട്ടേഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, എന്നാൽ കോമ്പിനേഷൻ അങ്ങനെയല്ല. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ n ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിൽ നിന്ന് 6 ഒബ്ജക്ട്സിനെ എത്ര രീതിയിൽ ചൂസ് ചെയ്യാം, NCR. അവിടെ സെലക്ഷൻ മാത്രമേ ഉള്ളൂ, അറേഞ്ച്മെന്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും NPRന്റെ വാല്യൂ ആയിരിക്കും NCRന്റെ വാല്യൂവിനേക്കാളും കൂടുതൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് NP4 ഈക്വൽ ടു 5 ഇൻറ്റു NP3 എന്നാണ്. NP4 ഈക്വൽ ടു 5 ഇൻറ്റു NP3 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി ബൈ യൂസിങ് ദിസ് ഫോർമുല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് NP4 ഈക്വൽ ടു 5 ഇൻറ്റു NP3. സോ NP4 ഈക്വൽ ടു 5 ഇൻറ്റു NP3. NP4 എന്ന് പറഞ്ഞാൽ ബൈ ദിസ് ഇക്വേഷൻ r ഈക്വൽ ടു 4, റൈറ്റ്? സോ ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പോ n മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അപ് ടു n മൈനസ് 4 അല്ലേ? n മൈനസ് 5 ഇൻറ്റു n മൈനസ് 4 അങ്ങനെയാണ് എഴുതാം. n മൈനസ് 5 ഇൻറ്റു n മൈനസ് 4.
ഈ n-3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n-5 ഇൻറ്റു അല്ലെ n-4 ഇൻറ്റു n-3. കാരണം n-4 കഴിഞ്ഞാൽ n-3, n-3 കഴിഞ്ഞാൽ അടുത്ത n-2, n-2 കഴിഞ്ഞാൽ പിന്നെ n-1 പിന്നെ n, അങ്ങനെയാണ് എത്തുക. ഓക്കെ, അപ്പൊ n-4 കഴിഞ്ഞിട്ടാണ് എന്ത് n-3 വരുന്നത്. അപ്പൊ ഇതാണ് n-4 ഫാക്ടോറിയൽ. ഇത് n-4 ഫാക്ടോറിയൽ, ഇത് n-3 ഫാക്ടോറിയൽ. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ബാക്കി ഒരു n-3 ഉണ്ടാവും. കാരണം ഇത്രയും ടേംസ് ക്യാൻസൽ ആയി പോകും. ഇവിടെ n-3 ബാക്കി n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് n-3 ഈക്വൽ ടു 5. n-3 equal to 5. It implies n equal to 5 plus 3 equal to 8. So answer is 8. Option D. Very simple question. ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ശരിക്കും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ +1 ടെക്സ്റ്റില് ഓപ്പൺ ചെയ്യാം. +1 ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ബേസിക് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഈ ലെക്ചേഴ്സും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഉറപ്പായിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഐഡിയ, വളരെ ബേസിക് ഐഡിയ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷനും പ്രോബബിലിറ്റിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു 40 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So next question, if NC2, ഇവിടെ കോമ്പിനേഷൻ ആണ്, NC2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോമ്പിനേഷൻ, NC2 plus NC3 equal to 6C3, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. NC2 plus NC3 equal to 6C3 and NCX is equal to NC3. രണ്ട് കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് NC2 plus NC3 എന്ന് പറയുന്നത് 6C3 ആണ്. അതേപോലെ NCX എന്ന് പറയുന്നത് NC3 ആണ്, X not equal to 3 ആവും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ കണ്ടീഷനിൽ നമുക്ക് n കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് കാണാം. ദാറ്റ്സ് ദ ഐഡിയ. ആദ്യം ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് n കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ NCR ആണ്. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് കോമ്പിനേഷൻ ഇക്വേഷൻ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പെർമ്യൂട്ടേഷൻ ആവുമ്പോൾ ഈ r ഫാക്ടോറിയൽ ഇല്ല, ജസ്റ്റ് n മൈനസ് r ഫാക്ടോറിയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ കുറവാണ്. അതുകൊണ്ട് NPRന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇവിടെ ഡിനോമിനേറ്ററിൽ അഡീഷണലി ഒരു ടേം കൂടെ വന്നു, r ഫാക്ടോറിയൽ ഉണ്ട്. അതുകൊണ്ട് NCRന്റെ വാല്യൂ കുറവ്. കാരണം ഇവിടെ സെലക്ഷൻ മാത്രമേ ഉള്ളൂ, അറേഞ്ച്മെന്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ അങ്ങനെയല്ല. ആ സെലക്ട് ചെയ്ത ഒബ്ജക്ട്സിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് കൂടെ നമ്മൾ പെർമ്യൂട്ടേഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ബേസിക് ഡിഫറൻസ്. സോ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാം. NC2 പ്ലസ് NC3 ഈക്വൽ ടു 6C3. സോ NC2 എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. അത് n ഫാക്ടോറിയൽ ബൈ 3 factorial into n minus 3 factorial. The 6 factorial by 3 factorial into n minus 6 minus 3 factorial. Okay. So ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ n മൈനസ് 3 ഫാക്ടോറിയൽ ആണ്, ഇവിടെ n മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇതിനെ n മൈനസ് 3 ഫാക്ടോറിയൽ ആക്കുക. ഇതുപോലെ 2 ഫാക്ടോറിയൽ അപ്പൊ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല് n മൈനസ് 3 ഫാക്ടോറിയൽ, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് സെയിം ആക്കിയാലും മതി. ഓക്കെ, ബോത്ത് ആർ ഈക്വൽ. നമുക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് ഈസിയാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കോമൺ ഫാക്ടർ എടുത്തിട്ടോ എനി മെത്തേഡ് ഡൂയിങ് സം സിംപ്ലിഫിക്കേഷൻ, അതിൽ കൂടുതലൊന്നുമില്ല. ഏതെങ്കിലും മെത്തേഡ് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് n കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കണം. ഇതല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡില് ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻസിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് പരീക്ഷയ്ക്ക് തിങ്ക് ചെയ്യേണ്ടത്. കാരണം
ഒരു എൻട്രൻസ് എക്സാം ആകുമ്പോൾ സമയം കൂടി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ കുറെ സ്റ്റെപ്പ് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഓപ്ഷനിൽ ആദ്യം അതിന് 5 കൊടുക്കാം. 5 കൊടുക്കുമ്പോൾ 5C2 വരും. 5C2 5C2 വരുമ്പോൾ 5C2 ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 120, റൈറ്റ്? 120, 24 ഇൻറ്റു 5 120, 2 ഇൻറ്റു 3 ഫാക്ടോറിയൽ 6. അപ്പോൾ 120 ബൈ 2 എന്നത് കാരണം കമ്പ്യൂട്ടേഷൻ വളരെ ഈസി എടുക്കാം. 10 കിട്ടും. 5C2 എന്ന് പറയുന്നത് 10 കിട്ടും. 5C3 എന്ന് പറഞ്ഞാലും 5C3 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ സെയിം തന്നെയാണ്, 10 വരും. അപ്പോൾ 10 പ്ലസ് 10 20 വരും. 10 പ്ലസ് 10 20 കിട്ടും. ഓക്കെ, ഇനി 6C3 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലെ? 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 36. 6 ഫാക്ടോറിയൽ ബൈ 36 is 120 into 720 by 36. 720 by 36 again 20. സോ രണ്ട് സെയിം ആണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് n ഈക്വൽ ടു 5 എന്ന് പറയാം. n ഈക്വൽ ടു 5 ആണ് കറക്റ്റ്. അതിന്റെ അർത്ഥം ഓപ്ഷൻ എ ആണ് എന്നുള്ളതല്ല, നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പൊ 5CX is equal to 5C3 വരണം. 5CX is equal to 5C3 വരണമെങ്കിൽ എക്സും എക്സിന്റെ വാല്യൂ എത്രയായിരിക്കണം എന്നുള്ള 5CX is equal to 5C3 കിട്ടണമെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കണം. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5C2 10 ആണ്, 5C3യും 10 ആണ്. സോ എക്സിന് 2 കൊടുത്താലാണ് കറക്റ്റ് ആൻസർ കിട്ടുക. സോ വളരെ ഈസി ആയിട്ട്, അതായത് നമുക്ക് യാതൊരു സിംപ്ലിഫിക്കേഷനും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് എത്താം, ആൻസറിലേക്ക് എത്താം. കൂടുതലും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ഇങ്ങനത്തെ ചോദ്യത്തിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻസ് ഇട്ട് കൊടുക്കാണ്. കാരണം ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും വരില്ല, ജസ്റ്റ് കാൽക്കുലേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ആ കാൽക്കുലേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ n5 കിട്ടും, എക്സ് 2 കിട്ടും. അപ്പോഴാണ് നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുക. അത് എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആൻസർ ഇസ് 2. പലപ്പോഴും 5 കിട്ടിയതും ആവേശത്തോടെ ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യും. അത് തെറ്റാണ്, കാരണം എന്നിന്റെ വാല്യൂ ആണ് 5 വരിക, എക്സിന്റെ വാല്യൂ 2 ആണ് കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്ഷൻസ് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യുന്നുള്ളത്, കൺവെൻഷനലി എങ്ങനെ സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് n factorial by 2 factorial into n minus 2 factorial ആണ്. അപ്പൊ n factorial by 2 factorial into n minus 2 factorial. ഇവിടെ 3 factorial ഉണ്ട്, n minus 3 factorial. സോ ഇവിടെ n minus 3 factorial, ഇവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, n factorial by 2 factorial into n minus 2 factorial plus n factorial by 2 factorial into 3 into n minus 2 factorial. So നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, n factorial by 2 factorial into n minus 3 factorial into n minus 2 plus n factorial by 3 factorial നമുക്ക് 2 factorial into 3 എന്ന് എഴുതാം into n minus 3 factorial. ഓക്കെ, ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് n factorial ഉണ്ട്, 2 factorial ഉണ്ട്, n minus 3 factorial ഉണ്ട്, രണ്ടിലും കോമൺ ആയിട്ട് അത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബാക്കി നമുക്ക് 1 പ്ലസ് ഇവിടെ ഇത്രയും 1 by n minus 2 plus 1 by 3 വരും. അത് 1 by n minus 2 plus 1 by 3 ഒന്ന് ജസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് n equal to 5 ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. അതിൽ ഏറ്റവും എളുപ്പ മാർഗം ഇത് തന്നെയാണ്, n ജസ്റ്റ് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ n 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ചെറിയ വാല്യൂസ് n 4 or 5 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓപ്ഷന്റെ വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് എക്സിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അപ്പൊ x 2 കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും വാല്യൂസ് കൊടുത്തിട്ട് ആൻസറിലേക്ക് എത്താറുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും, പ്രോബ്ലം വളരെ ലെങ്ത് ആയിട്ട് പോകും.
അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. The total number of 7-digit positive integers. Integral numbers എന്ന് ഉദ്ദേശിക്കുന്നത് integers എന്നുള്ള അർത്ഥമാണ്. With the distinct digits that can be formed using the digits 4, 3, 7, 2, 1, 0, 5. Okay. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് 7 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 7 വെട്ടി വയ്ക്കുക. ഓക്കെ, ഇനി 7 ഡിജിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് എൻട്രി 0 വരാൻ പറ്റില്ല. അപ്പൊ 0 അല്ലാതെ 4 വരാൻ 3, അങ്ങനെ എത്ര എണ്ണം ഉണ്ട് നോക്കുക, 6 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇവിടെ 6 ചാൻസസ് ആണ്. അടുത്ത ഡിജിറ്റ് വേണമെങ്കിൽ 0യും വരാം, പക്ഷെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഏത് ഡിജിറ്റ് ആണോ യൂസ് ചെയ്തത് അത് ഇവിടെ വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത ഡിജിറ്റ് മാറ്റിയ ബാക്കി 6 ഡിജിറ്റ്സ് ഉണ്ടാവും. ഇവിടെ 6 വരും. ഇനി ഇവിടെ 2 ഡിജിറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി 5 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ 5 വരും. അടുത്തതിൽ അത് 4 ആവും. പിന്നെ 3 വരും. പിന്നെ 2 വരും. പിന്നെ അവസാനം ആകുമ്പോൾ ഒറ്റ ഡിജിറ്റ് ബാക്കി 1. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ഇത് 6 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ ഇൻറ്റു 6. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720. 720 ഇൻറ്റു 6 ചെയ്യാം. അപ്പോൾ 72 ഇൻറ്റു 6 2 1 42 പ്ലസ് 1 43. സോ ഇറ്റ് ഈസ് 4320. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറയാം, നമുക്ക് ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, നമുക്ക് എന്ത് ഐഡിയ ആണോ തോന്നിയത് ആ ഐഡിയ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. ഓക്കെ, okay, next question. Number of words that can be formed by using all the letters of the word problem. Okay, so ഇവിടെ നമ്മൾക്ക് 5 factorial 6 factorial 7 അങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട എല്ലാ വേർഡ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലേ? സോ P R O B L E എന്ന എല്ലാ വേർഡ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒരു വേർഡ് വന്നിട്ട് അതിലെ എല്ലാ ലെറ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ബേസിൽ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈ ഒരു കംപ്ലീറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ അത് 7 ഫാക്ടോറിയൽ. അതായത് ഇവിടെ 7 ലെറ്റേഴ്സ് ആണ്, ഇറ്റ് ഈസ് 7 ഫാക്ടോറിയൽ. 5 ലെറ്റേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ. ഓക്കെ, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇനി ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്ന് നോക്കണം. ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ ബൾബ് എന്ന് പറഞ്ഞ വാക്കാന്ന് വിചാരിക്കുക. സോ ഇവിടെ രണ്ട് ബി ഉണ്ട്. സോ നമുക്ക് 4 ഫാക്ടോറിയൽ ബൈ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 2 ഫാക്ടോറിയൽ യൂസ് ചെയ്യാം. കാരണം ബി 2 വേറുണ്ട്. മനസ്സിലായോ? ഇനിയിപ്പോ 3 ഉണ്ട് നിൽക്കാം. ഉദാഹരണത്തിന് ഓഫ് എന്റർടൈൻമെന്റ് എന്നുള്ള വാക്കാണ്. ഇവിടെ T 3 ഉണ്ട്. അപ്പൊ മൊത്തം എത്ര വേർഡ്സ് ഉണ്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സിന്റെ എണ്ണം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ T 1 2 3 ഉണ്ട്. ടോട്ടൽ എത്ര വാക്കുണ്ട്? ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതുക. EN TERAIM ഇത്രയാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ENTRAIM. അപ്പോ 1 2 3 4 5 6 7 ലെറ്റേഴ്സ്. അപ്പൊ 7 ഫാക്ടോറിയൽ വരും. ഡിവൈഡഡ് ബൈ ഈ എത്ര ഉണ്ട്? ഈ 1 2 ഉണ്ട്. അപ്പൊ 2 ഫാക്ടോറിയൽ. ഇനി n എത്ര ഉണ്ട്? 1 2 3 ഉണ്ട്. സോ ഇറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ഇനി T എത്ര ഉണ്ട്? T 3 ഉണ്ട്. അപ്പൊ അഗൈൻ ഇറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ഈ എത്ര ഉണ്ട് നോക്കാം. ഈ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 6 ഒരെണ്ണുള്ളൂ, കുഴപ്പമില്ല. A ഒരെണ്ണുള്ളൂ. സോ റിമൈനിങ് എല്ലാം ഒരെണ്ണുള്ളൂ. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എത്ര ഉണ്ട് നോക്കാം. എന്നിട്ട് ആ 3 ഫാക്ടോറിയൽ എടുക്കുക. ഡിവൈഡഡ് ബൈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എത്ര ഉണ്ട് നോക്കുക. അത് എത്ര തവണ ഉണ്ടോ അത്രയും ഫാക്ടോറിയൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഒന്നും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആൻസർ ഈസ് 7 ഫാക്ടോറിയൽ.
സോ ഇങ്ങനത്തെ പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു വേർഡ് തന്നിട്ട് അതിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എത്ര ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. നമ്മൾ ആ ഒരു വാക്ക് എടുക്കുക, ആ വാക്കിൽ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് എത്ര ഉണ്ട് ആദ്യം എഴുതുക, അതേ ഡിവൈഡഡ് ബൈ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എത്ര ഉണ്ടോ അത്രയും ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് വി ഹാവ് ടു ഫോളോ. Okay, so next question. How many 4-digit numbers A, B, C, D exist such that A is odd, B is divisible by 3, C is even, and D is prime? So out of 4 digits, so we can 0, 1, 2, 3, 4, 5, 6, 7, 8, 9. These are our digits. Okay. From out of this, you have to pick odd A. What are the possibilities of A? Okay, നമ്മൾ എയുടെ പോസിബിലിറ്റീസ് നമ്മൾ പിക്ക് ചെയ്യണം. എയുടെ പോസിബിലിറ്റി എ ഓഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 1, 3, 5, 7, 9 ആണ്. സോ 1, 3, 5, 7, 9. അപ്പോൾ എ ആണ് ഫസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിന് എത്ര ചാൻസസ് ഉണ്ട്? ഫസ്റ്റ് ഡിജിറ്റിന് വേണമെങ്കിൽ ഒരു സ്ക്വയർ 3 പെട്ടി ആയിരിക്കാം. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റിന് എത്ര ചാൻസസ് ഉണ്ട്? 5 ചാൻസസ് ഉണ്ട്. ഓക്കെ, 1 ആവാം, 3 ആവാം, 5 ആവാം, 7 ആവാം, 9 ആവാം. 5 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. 5 ചാൻസസ്. അടുത്ത് ബി ആണ്. ബി ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ 0 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എവറി നമ്പർ. അതുകൊണ്ട് നമുക്ക് 0 എന്തായാലും ചൂസ് ചെയ്യാം. ഓക്കെ, കാരണം 3 നമുക്ക് 0 ഇൻറ്റു സം നമ്പർ എന്ന് എഴുതാം. ഓക്കെ, സോ 0 വരാം, പിന്നെ 3 വരാം, പിന്നെ 6 വരാം, 9 വരാം. 4 ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സി ഈസ് ഈവൺ. ഈവൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി 0, 2, 4, 6, 8. വീണ്ടും 5 ചാൻസസ് ആണ്. 5. ഓക്കെ, ആൻഡ് ഡി ഈസ് പ്രൈം. പ്രൈം എന്ന് പറയുമ്പോൾ 2, 3, 5, 7. ഇതാണ് പ്രൈം നമ്പേഴ്സ്. 4 എണ്ണം. സോ 4. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 into 4 into 5 into 4. So 20 into 20 it is 400. Option C is correct. ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ പഠിക്കേണ്ടത്. അതായത് ഒരു വേർഡ് തന്നിട്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റ്സ് തന്നിട്ട് എങ്ങനെ ചെയ്യാം, അതുപോലെ കണ്ടീഷൻ NC2 + NP3 അങ്ങനെ തന്നിട്ട് കണ്ടു. അപ്പൊ അത് ഓപ്ഷൻസ് പുട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അങ്ങനത്തെ ചോദ്യത്തിന്. അല്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത്രയാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രോബ്ലംസ്. ഓക്കെ.